ഈ ഒരു കൂർക്കമ്പലി കാരണം തുടക്കത്തിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മാത്രമാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതൊരു രോഗിക്ക് അതിന് കൊണ്ടൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് തോന്നുന്നില്ല. പിന്നീട് പതുക്കെ അത് കുടുംബത്തിലുള്ള ബാക്കി അംഗങ്ങളും അതിനെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ തുടങ്ങും. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ പറയുന്നത് അവർ തനിയാണ് ഉറങ്ങുന്നത്. കാരണം ആ ഒരു കൂർക്കമ്പലിയുടെ സൗണ്ട് കാരണം ഭാര്യയായാലും മക്കളായാലും കൂടെ കിടക്കാൻ വിസമ്മതിക്കുന്നു. അപ്പോൾ അവരൊരു ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഈ ഒരു കൂർക്കമ്പലി എന്നിട്ടും അവർ അതിൻ്റെ മുകളിൽ ഒരു വലിയൊരു പ്രോബ്ലം അല്ല എന്ന് കരുതി അത് അങ്ങനെ ഒരു സൗണ്ട് മാത്രമാണ്, എന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഇതൊരു നല്ല ഉറക്കത്തിന്റെ ലക്ഷണമാണ് എന്ന് അവർ കരുതി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് ബാക്കി രോഗങ്ങളെല്ലാം അവർക്ക് അനുഭവപ്പെടുന്നത്. പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ ആദ്യ കരച്ചിൽ കൗതുകത്തോടെ കേൾക്കുന്ന നമ്മൾ അതിനു മുൻപുള്ള ശ്വസനം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓരോ കുഞ്ഞും പിറന്നു വീഴുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു. The first act of a child is breath in. The last act of a man is breath out. ഇതിനിടയിലുള്ള ശ്വസനം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ സഹിച്ചും കൂർക്കമ്പലിയായി രൂപാന്തരപ്പെടുന്നു. അമിതമായ കൂർക്കമ്പലിയുള്ള രോഗികൾക്ക് 60% ചാൻസ് കൂടുതലാണ് ഹൃദയാഘാതം ഉണ്ടാവാൻ. അതേമാതിരി 40% ചാൻസ് പക്ഷപാതത്തിനും ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു കൂർക്കമ്പലി അത്രയൊരു ചെറിയൊരു പ്രോബ്ലം അല്ല. ഇതെല്ലാം നേരത്തെ കണ്ടുപിടിച്ച് അതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാവുന്ന ചാൻസസ് കുറവാണ്. അവൾക്ക് അല്ലെങ്കിൽ അവന് ചെറുപ്പത്തിലേ ഉള്ളതാണ് കൂർക്കമ്പലി. എങ്ങനെ മാറാനാണ്? ഇതാണ് പലരുടെയും ധാരണ. കാരണം കൂർക്കമ്പലി ഉറക്കത്തോടൊപ്പം ഉള്ളതല്ലേ, എങ്ങനെ ചികിത്സിക്കും? അതുകൊണ്ട് കൂർക്കമ്പലി മാറ്റാൻ ഉറക്കം മാറ്റിവെക്കണം എന്നല്ല പറയുന്നത്. നല്ല ചികിത്സ കൊടുത്താൽ കൂടുതൽ നന്നായി ഉറങ്ങാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇന്ന് കൂർക്കമ്പലി ഭേദമാക്കാൻ വൈദ്യശാസ്ത്രം കണ്ടെത്തിയ അതിനൂതനമായ ചികിത്സാരീതിയാണ് കൊബ്ലേഷൻ. ഇത് പരീക്ഷിക്കുന്നത് ENT വിദഗ്ധയും സർജനുമായ ഡോക്ടർ